ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ രംഗത്തിറക്കുമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പി. സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിച്ചാൽ കോഴിക്കോട് എം.ടി. രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് എ.പി. അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, വയനാട്ടിൽ ബി.ഡി.ജെ.എസിൽ നിന്ന് ബി.ജെ.പി. സീറ്റ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ പേര് കോഴിക്കോട്ട് പരിഗണനയിൽ എന്ന റിപ്പോർട്ടുകളൊക്കെയായിരുന്നു വന്നിരുന്നതും. എന്നാൽ ഇപ്പോഴത്തെ സാധ്യതാ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, അങ്ങനെ തന്നെയായിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ ആലോചന. കോഴിക്കോട് വളരെ നേരത്തെ തന്നെ കോഴിക്കോട് എത്തുകയും ആ മണ്ഡലത്തിൽ സജീവമാകുകയും ചെയ്ത ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന്റെ പേര് ഇപ്പോഴും കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണനയിലുണ്ട്. പ്രഥമ പരിഗണനയിലുള്ള പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണ്. ഈ LDFിൻ്റെ അടക്കം സ്ഥാനാർത്ഥിയെ വയനാട് നിശ്ചയിച്ചതിനു പിന്നാലെയാണ് പാർട്ടിയിൽ ഒരു പുനരാലോചന ഉണ്ടായത് എന്നുള്ളതാണ് വിവരം. നേരത്തെ തന്നെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ബി.ഡി.ജെ.എസിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കാനും ബി.ജെ.പിയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കാനും പാർട്ടി ആലോചിച്ചിരുന്നു, പാർട്ടി തീരുമാനിച്ചിരുന്നതുമാണ്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കുന്ന കാര്യം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നു. അതിൽ പ്രധാനമായി LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ കൂടെ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് മണ്ഡലത്തിൽ കൂടി പരിഗണിക്കുന്നത്. അത്തരത്തിലൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം വയനാട് നടക്കും എന്നുള്ളതാണ് ബി.ജെ.പി. കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ മത്സരം വയനാട് പാർട്ടിക്ക് നടത്താൻ സാധിക്കും എന്നും ബി.ജെ.പി. ശോഭാ സുരേന്ദ്രനിലൂടെ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് എം.ടി. രമേശിന് സാധ്യതയുണ്ട്. നിലവിൽ വടകര മണ്ഡലത്തിലാണ് എം.ടി. രമേശിൻ്റെ പേര് പരിഗണിക്കുന്നത്. വടകരയിൽ എം.ടി. രമേശിനെ കൂടാതെ പരിഗണിക്കുന്ന മറ്റൊരു പേരുകാരൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ്റേതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഉറച്ച ചില സീറ്റുകൾ ബി.ജെ.പിയിൽ തീരുമാനമായ ചില സീറ്റുകളുണ്ട്. അത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മത്സരിക്കും. കാസർഗോഡ് പി.കെ. കൃഷ്ണദാസിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. മലപ്പുറത്തേക്ക് എത്തുമ്പോൾ എ.പി. അബ്ദുള്ളക്കുട്ടി, ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പൊന്നാനിയിൽ സമാനമായി തന്നെ പ്രഫുൽ കൃഷ്ണന്റെ പേരും മറ്റൊരു വനിതാ നേതാവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് പി.ബി. ഗോപകുമാർ, ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം. പി.ബി. ഗോപകുമാറിന്റെ പേര് കൊല്ലത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഈയിടെ പാർട്ടിയിലേക്ക് എത്തിയ പി.സി. ജോർജ് മത്സരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ ഈ പ്രാഥമിക പട്ടിക ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന അധ്യക്ഷന് കൈമാറും. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. നാളെയാണ് ദേശീയ നേതൃത്വവുമായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നത്. 29 ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ, അതായത് രാജ്യത്ത് ഏറെക്കുറെ ഏതാണ്ട് 100 മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യം ദേശീയ നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ചില പരിഗണനകൾ, പ്രത്യേകിച്ച് മറ്റു ചില മണ്ഡലങ്ങളിൽ ഈ സാമുദായിക പരിഗണന, ഒപ്പം വനിതാ പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം ഒക്കെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളായിരിക്കും വരിക എന്നും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ കൂടി, നിലവിലെ തീരുമാനങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങൾ കൂടി ഒരുപക്ഷെ ഉണ്ടായിരിക്കും. കോട്ടയം സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകുന്ന കാര്യം പാർട്ടി ആലോചിച്ചിരുന്നു. ഒരുപക്ഷെ ആ തീരുമാനം മാറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കോട്ടയം സീറ്റ് ബി.ജെ.പി. തന്നെ മത്സരിച്ചാൽ എറണാകുളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റോ ബി.ഡി.ജെ.എസിന് നൽകുന്ന കാര്യമാണ് നിലവിൽ ആലോചിക്കുന്നത്. എന്താണെങ്കിലും ഉടൻ തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും എന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. അലക്സ്, ഇതിൽ തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എന്താണ് ഒരു അന്തിമ ധാരണയിലേക്ക് സംസ്ഥാന ഘടകം എത്തിച്ചേർന്നിട്ടുണ്ടോ? ദേശീയ തലത്തിലൊക്കെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകൾ, അത് പല നേതാക്കളുടെയും പേരുകളാണല്ലോ കേൾക്കുന്നത്. അനുജ, തീർച്ചയായും നിരവധി നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം, ബി.ജെ.പിയുടെ A+ മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരത്ത് ഉയർന്നു കേൾക്കുന്ന പേരുകൾ, നിലവിൽ പന്ന്യൻ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. UDFിൽ നിന്ന് ശശി തരൂർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത്തരത്തിൽ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്ത് ഇറക്കണമെന്നുള്ള കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ആലോചനകളിൽ തന്നെ ബി.ജെ.പി. നടത്തിയതാണ്. ഒരു ദേശീയ നേതാവിനെ തലസ്ഥാനത്ത് ഇറക്കും എന്നുള്ളതായിരുന്നു അവർ ആദ്യമേ തന്നെ ആലോചിച്ചിരുന്നത്. ഇവിടെ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേര് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരൊന്ന്. നിർമ്മല സീതാരാമൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അതുമുതൽ പല പേരുകൾ അവർ പരിഗണിച്ചിരുന്നു. ഇതിലേറ്റവും പ്രാമുഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പരിഗണനകൾ കൂടിയുണ്ട്. ആ പരിഗണനകൾ കൂടി കണക്കിലെടുത്തായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ ധാരണയാകുക. ശരി, ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് ഈ പട്ടിക കൈമാറിയിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയ വിവരം.